പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മവല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ശത്രു കാണാത്ത വഴി തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രിയരെ, ഈ വചനം എല്ലാവർക്കും സുപരിചിതമാണ്. പത്രോസ് അപ്പോസ്തലനെ ഇതാ ഹെരോദാവ് കൊല്ലുവാനായി തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം എന്നും പ്രവർത്തിക്കും. ശത്രു കാണാത്ത വഴി അവർക്ക് വേണ്ടി ദൈവം തുറക്കും. ഈ ഭാഗം നമുക്ക് നല്ലതുപോലെ അറിയാം. അതിൻ്റെ 6-ാമത്തെ വാക്യം. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിൽക്കൽ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ഹെരോദ രാജാവ് വലിയ പ്ലാനാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുകയും അവനെ കൊന്നുകളയുകയും ചെയ്യണമെന്നുള്ള വലിയ തീരുമാനത്തിൽ ഹെരോദാവ് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥിക്കുന്ന സഭയ്ക്കും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന്റെ മുമ്പിലും ശത്രു കാണാത്ത വഴി ദൈവം തുറക്കും. അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കുകയാണ്. അവർ 1-ാം കാവലും 2-ാമത്തതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതമേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. പ്രാർത്ഥനയുടെ മറുപടിയായി തൻ്റെ ഭക്തനു വേണ്ടി ആ രാത്രിയിൽ ദൈവദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. ഹല്ലേലൂയ. ഹെരോദാവ് രാജാവ് തീരുമാനിച്ചിരിക്കുകയാണ്, അടുത്ത ദിവസം പത്രോസിനെ അവസാനിപ്പിക്കും. പക്ഷേ ദൈവം അവൻ കാണാത്ത വഴി ആ രാത്രിയിൽ തൻ്റെ ഭക്തനായ പത്രോസിന് വേണ്ടി തുറക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ഇതേപോലെ നിങ്ങൾക്ക് മുമ്പിൽ പട്ടണത്തിൻ്റെ വാതിലുകൾ അടഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾക്ക് മുമ്പിൽ ഇനി പ്രതീക്ഷകളൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവ് ശത്രു കാണാത്ത ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി പ്രഭാതത്തിൽ തുറക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇതേപോലെയാണ്. ഇസ്രായേൽ മക്കൾ ഇതാ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ ഇനി ഒരു വഴിയുമില്ല. ശത്രു അവരെ അവസാനിപ്പിക്കുവാൻ പുറകിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ആ ജനം പിറുപിറുക്കുന്നുണ്ട്, വേദനപ്പെടുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരാളുണ്ട്, മോശ. അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നിട്ട് ദൈവം വാതിൽ തുറക്കുമെന്ന് പറയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇതാ ആ രാത്രിയിൽ വലിയ കിഴക്കൻ കാറ്റിനെ അയച്ച് ദൈവം ചെങ്കടലിനെ വിഭാഗിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. എന്നെ കേൾക്കുന്നവരെ, അവസാനിച്ചെന്ന് പറയുന്നിടത്തും ആ രാത്രി തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റിനെ അയച്ച് അവർക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ പട്ടണത്തിൽ ചെയ്യുവാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കും? ശത്രു കാണാത്ത, ശത്രു അറിയാത്ത ഒരു വഴി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. നാം ആശ്രയിക്കുന്ന, നാം വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. എങ്കിലെല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്.
കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകരെ കണ്ണുനീരി പ്രഭാതത്തിൽ അങ്ങ് തുടയ്ക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. അങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബുകൾ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുകയാണ്. എങ്കിൽ ഈ പ്രഭാതം ഒരത്ഭുത വാതിൽ തുറക്കുന്ന പ്രഭാതമാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.